മോനെ മാമനെ മുക്കൂട്ടി അയ്യോ മാമ സമയമില്ല മാമ. ഈ മാമനെ നീ ചെന്നിട്ടുണ്ടോ പൊറോട്ട അടിക്കാൻ? ആന്നോ? കുമാർ ഹോട്ടല്. കുമാറില്ല, അതിന്റെ അപ്പുറത്തെ കൃഷ്ണകുമാർ ഹോട്ടൽ. ഓട്ടിയ മറ്റേ സ്ഥാനാർത്ഥികളുടെ പേര് മാറ്റുന്നല്ലോ, ഹോട്ടലിന്റെ പേര് മാറ്റിയിട്ടിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഹോട്ടലിലെ ഫുഡ് ഉണ്ടല്ലോ സൂപ്പറാ, അടിപൊളി. കളിയാക്കി പറയല്ല, പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റാ. മോനെ എല്ലാരും അങ്ങനെ പറയുന്നത്. ഞാൻ ഈ അടുത്ത് അവിടെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഫുഡ് കഴിച്ചു. ഒരു ബീഫ് ഫ്രൈ, ഒരു ബീഫ് കറി, 8 പൊറോട്ട ടക്കെന്ന് ഞാൻ അടിച്ചു വിട്ട്. 9ാമതൊരു പൊറോട്ട ചോദിച്ചപ്പോഴേ കൊണ്ട് തന്നു. ചാറ് തീർന്നു. ഏത് ബീഫ് കറിയുടെ ഇച്ചിരി ചാറ് ചോദിച്ചു, തന്നില്ല. മോനെ നമ്മൾ അപ്പനപ്പന്മാരായിട്ട് രണ്ടാമത് ചാറ് കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല മോനെ. പാരമ്പര്യമായിട്ട് ബിസിനസ് മൈൻഡ് വെച്ചുകളോ അല്ലേ? എന്തോ മോനെ? അല്ല, ബിസിനസ് മൈൻഡാണ് പാരമ്പര്യമായിട്ട്. നീ മറ്റേ സുധീഷിന്റെ മോനല്ലയോ? എങ്ങനെ അറിയാം? അവൻ പോലും എന്റെ ഫ്രണ്ട് വന്നിട്ട് ചാറ് ചോദിക്കത്തില്ല. അവൻ ചാ എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ നോട്ടം നോക്കും, പിന്നെ അവൻ ചോദിക്കത്തില്ല. എന്നെ നോക്കി പേടിപ്പിക്കണ്ട. തൊട്ടപ്പുറത്തൊരു പെങ്കൊച്ചു വന്നിരുന്ന് കഴിച്ചായിരുന്നു. കഴിച്ചായിരുന്നു. അവക്കേ 2 പൊറോട്ടയ്ക്ക് 2 കിണ്ണിക്കകത്ത് ചാറ്. എന്താ അവക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാനോ? മോനെ അത് കണ്ട വേറെ വല്ലതായിരിക്കും. കണ്ട അത് തന്നെയാണ്. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ മോനെ എന്നെ അങ്ങോട്ടൊന്ന് വിട്. എന്ത് അങ്ങോട്ട് വിടാം. എനിക്കൊരു പൊറോട്ടയും ഇച്ചിരി ചാറെന്താ? അയ്യോ ചാറ് ഞാൻ പറഞ്ഞില്ല, അപ്പനപ്പന്മാരായിട്ട് കൊടുക്കത്തില്ല. പൊറോട്ട ഫ്രീ ആയിട്ട് എന്നാലും ചാറ് ഫ്രീ ആയിട്ട് തരത്തില്ല. കൊടുക്കത്തില്ല നമ്മള്. ചാറാണ് മെയിൻ ചാറ്. മോനെ അങ്ങോട്ടൊന്ന് വിടാ. എത്ര രൂപ ചാറിന്? ചാറിന് 15 രൂപ. 15 രൂപ എന്നാ കൊണ്ടുവിടാം. എന്നാ നീ എന്നെ ഉണ്ടാക്കണ്ടടാ, ഞാൻ പൊക്കോളാം. ഞാൻ നടന്നു പോക്കോളാം. ഞാൻ സുധീഷിനെ ഒന്ന് കാണട്ടെ. നീ മെനങ്ങാന്ന വളവ് നീ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു, ഒരു വെങ്കൊച്ചുമായിട്ട്. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. കൈപ്പുണ്ണിയുള്ള കഴിവറ മോനെ. നീ എന്നെ പോടാ മോനെ. നീ എന്റെ പൊറോട്ട കഴിച്ചിട്ട് എന്റെ ഇറച്ചിക്ക് ഇറക്കി കുത്തുന്നോ? കുത്തടാ നീ എന്നാ.